ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് തുടങ്ങാം. ഓയിൽ ഒഴിക്കുക. കുറച്ച് സവോള കുറച്ച് വറുത്തെടുക്കുക. ഫുള്ളായിട്ട് വറുത്ത് വയ്ക്കണം. കുറച്ചായിട്ട് വറുത്ത് വയ്ക്കണം. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇടണം. അപ്പം അത് എന്നാലേ അത് മൊരിഞ്ഞ് കിട്ടുള്ളൂ ശരിക്കും. ഇതുപോലെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ സവോളയും ഇങ്ങനെ വറുത്ത് നമ്മൾ എടുത്ത് വയ്ക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം വയ്ക്കാം. ഇത് എന്നിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതെല്ലാം ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുത്ത് വയ്ക്കണം. അപ്പോഴേക്കും അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ട് അരി അതിലിടാം. എന്നിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. തിളച്ച വെള്ളത്തിൽ കുറച്ച് സാജീരകം കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ടാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിൽ ബാക്കിയുള്ള ഓയിലിൽ നമ്മൾ അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വറുത്ത് കോരി വയ്ക്കണം. കുറച്ച് സവോള എടുക്കുക. അത് എന്നിട്ട് മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുക്കണം. കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. അത് ലാസ്റ്റ് അതിലിടാം. കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഒരുവിധം പൊടിക്കണം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. പിന്നെ ചിക്കനിൽ അവിടെ വയ്ക്കണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിൽ ചേർക്കുക. ചിക്കനിൽ കുറച്ച് മസാലപ്പൊടി ചേർക്കണം. അതെന്ന് വെച്ചാൽ ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, സാജീരകം ഇതെല്ലാം കൂടി പൊടിച്ച് മസാലപ്പൊടി ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ചേർക്കാം. പിന്നെ അതിൽ പച്ചമുളക് അരിഞ്ഞത് ഇടണം. കുറച്ച് മല്ലിയിലയും ഇതൊക്കെ ഇടണം അതിൽ. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ സവോളയുടെ പൊടി അതിലേക്ക് ഇട്ട് നാരങ്ങയുടെ നീര് ഒഴിക്കണം. കുറച്ച് ഉപ്പിടാം. കുറച്ച് മല്ലിയിലയും എല്ലാം അതൊക്കെ ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണ നമ്മൾ വറുത്ത് കോരിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പം സവോള വറുത്തത് കുറച്ച് അതിൽ ആഡ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മുളക് പൊടി ഇടണം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂറൊക്കെ വയ്ക്കണം. അത് നമുക്ക് സമയം പോലെ ഇപ്പോൾ 1 മണിക്കൂറോ അതൊക്കെ ആയാലും കുഴപ്പമില്ല.
2 മണിക്കൂർ വയ്ക്കുമ്പോൾ ഒന്നും കൂടി അത് സ്മൂത്തായിട്ട് കിട്ടും. പാത്രത്തിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിൽ ഓയിൽ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം അതിൻ്റെ ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതും കൂടി അതിലൊഴിച്ച് ഒന്ന് വേവിക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്ന് അത് ഇളക്കി കൊടുക്കണം. പകുതി വേവുമ്പോൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ആവശ്യമില്ലാത്ത അതിൽ ഇട്ടക്കണ മസാലയുടെ ഇതെന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് സവോള വറുത്തിരിക്കുന്നതും ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ചുറ്റി ഒഴിച്ചു കൊടുക്കുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ട്, അതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറേശ്ശെ ചുറ്റി വെച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടി കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ബാക്കിയുള്ളത് ഇടണം. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഉള്ളത് ബാക്കി നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് അതിൻ്റെ മീതെ ഒഴിക്കുക. എന്നിട്ട് ഇത് നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സിമ്മിൽ ഒന്ന് വേവിക്കുക, അടച്ചു വെച്ചിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ തുറന്നു മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സൈഡൊക്കെ.
അപ്പോൾ ബിരിയാണി റെഡിയായി, ഇനി നമുക്ക് കഴിക്കാം.